ആഷിഖെ, ഇറാൻ ഇസ്രായേൽ യുദ്ധം അതിൽ ഇസ്രായേൽ പൂർണ്ണമായ അർത്ഥത്തിൽ ലക്ഷ്യസ്ഥാനം കാണുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇറാന് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് നമുക്കറിയാം, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ, അതിൽ ഒന്ന് IRGCയുടെ വിങ് ആയിട്ടുള്ള ഖുദ്സ് ഫോഴ്സിൻ്റെ തലവനായിട്ടുള്ള ബഹ്റാം ഷഹ്റാരിനെയും അതുപോലെ തന്നെ ഫലസ്തീൻ കോർപ്സിൻ്റെ തലവനായ സയ്യിദ് ഇസാദിയെയും IDF വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ആക്രമണത്തിലൂടെ കൊന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവരെവിടെയാണ്? അവർ യാത്രാമധ്യേയാണ് അവരെ വധിക്കുന്നത്. അതായത് ഇസ്രായേൽ ഹിറ്റ് ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ള ഒന്നിനു പുറകെയുള്ള ഒന്നായ ആൾക്കാരെ എല്ലാവരെയും വധിച്ചുകൊണ്ട് അവരെന്താണോ ഈ ലോകത്തോട് പറയാൻ ശ്രമിക്കുന്നത് ആ കാര്യം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞങ്ങളിനി പിന്നോട്ടില്ല, ഓരോരുത്തരെയായി കൊന്ന് നിങ്ങളുടെ ആണവ പദ്ധതികളെ, നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ ഞങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ തൊലച്ചു കളയും എന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത്. എന്താണ്, മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമാവുകയാണല്ലേ ആഷിഖ്? അതെ അതെ ഈ ഇസ്രായേൽ ഇപ്പോൾ വധിച്ചു കളഞ്ഞ രണ്ടുപേരും ഇസ്രായേലിന് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുള്ള രണ്ടുപേരാണ്. അതിലെടുത്തു പറയേണ്ടത് ഈ ഷഹ്രിയാരി എന്ന് പറയുന്ന ആ ഭീകരൻ. അദ്ദേഹം 2009 മുതൽ ഇസ്രായേലി ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭീകരനാണ്. അദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിന് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുക, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ആയുധ കൈമാറ്റമാണ് അദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി. ഇപ്പോൾ ഈ ഹമാസ്, ഹിസ്ബുള്ള പോലെയുള്ള സംഘടനകൾക്ക് ആയുധങ്ങളും ഡോളറുകളും എത്തിക്കുക എന്നതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇസ്രായേലിന് വലിയ തലവേദനയായിരുന്നു. കാരണം ഇസ്രായേലി പൗരന്മാരുടെയും ഇസ്രായേലി ആർമിയുടെയും ഒക്കെ ഒരുപാട് പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ ഷഹ്രിയാരി എന്ന് പറയുന്നത്. അദ്ദേഹം 100 കിലോമീറ്റർ അകലെ തൻ്റെ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇസ്രായേൽ കൃത്യമായി പ്രിസൈസായിട്ട് അദ്ദേഹത്തിനെ വധിച്ചു കളഞ്ഞിട്ടുള്ളത്. അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഇത്തരം ഒരു അറ്റാക്ക് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വരുമെന്ന്. അത്രയും സെക്യൂർ ആയിട്ട് തൻ്റെ രാജ്യത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായി അദ്ദേഹത്തെ ഇസ്രായേൽ വധിച്ചു കളഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ മൊത്തം ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം എല്ലാ രാജ്യങ്ങൾക്കും വേണ്ട, അല്ലെങ്കിൽ എല്ലാ സംഘടനകൾക്കും വേണ്ട, ഈ തീവ്രവാദി സംഘങ്ങൾക്ക് വേണ്ട ആയുധങ്ങൾ ഇറാനിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്നത് ഇദ്ദേഹമാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് വധിക്കപ്പെട്ട സയ്യിദ് ഇസാദി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് മറ്റ് സംഘടനകൾക്ക് സാമ്പത്തിക സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന പരിപാടിയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹം ഇറാൻ നഗരമായ ഖോമിൽ നിൽക്കുമ്പോഴാണ് വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേൽ ഇവരെ കൊന്നുകളയുന്നത്. ഇവർ രണ്ടുപേരെയും വധിച്ചു കഴിഞ്ഞതിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നുണ്ട്, ഞങ്ങൾ വിജയത്തിലേക്ക് അടുക്കുന്നു എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത്. അപ്പോൾ അത്രയും ഇസ്രായേൽ അത്രയും തീവ്രമായി കണ്ടിരുന്ന, അല്ലെങ്കിൽ അത്രയും അപകടകാരികളായി കണ്ടിരുന്ന ആളുകളെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഇതിനു മുമ്പും ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അറ്റാക്ക് ചെയ്യുമ്പോൾ ഇറാന്റെ ഈ തീവ്രവാദത്തിന് നേതൃത്വം നൽകുന്ന തലവന്മാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത്. നോക്കൂ, ഇറാൻ എന്ന് പറയുന്നത് ഇസ്രായേലിനേക്കാൾ ഒരുപാട് വലിയ ഒരു രാജ്യമായിട്ട് പോലും ഒരു സിവിലിയന്റെ മേലെ പോലും മിസൈലോ അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങളൊന്നും പതിക്കാതെ കൃത്യമായി ആണവ കേന്ദ്രങ്ങൾ, കൃത്യമായി 1000 കിലോമീറ്റർ അകലെയുള്ള ഈ തീവ്രവാദി സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിന് തലവേദനയായിട്ടുള്ള ആ വ്യക്തി സഞ്ചരിക്കുന്ന ആ വാഹനത്തെ ലക്ഷ്യം വെച്ച് നിറയൊഴിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. അതായത് നോക്കൂ, 2018 ഇസ്രായേൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇറാന്റെ ആണവ പദ്ധതികളെ തുറന്നു കാണിക്കുന്ന ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. അതായത് ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ, ഫോർദോയിലും അടക്കമുള്ള ആണവ കേന്ദ്രങ്ങളിലെ നിർണായക വിവരങ്ങൾ, ഏകദേശം 500 കിലോയോളം വരുന്ന നിർണായക ഡേറ്റ ഇസ്രായേലിൻ്റെ മൊസാദ് ചോർത്തി കൊടുക്കുകയും പിന്നീട് അത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. അന്നേ അവർ ടാർഗറ്റ് ചെയ്തതാണ് ഈ പറഞ്ഞ ആളുകളെ, അതിനു മുൻപേയും ഒരു പക്ഷേ. കാരണം അന്ന് അവർ എടുത്ത ഡേറ്റയിൽ പ്രധാനമായും ഒരുപാട് അതിൻ്റെ ബ്ലൂ പ്രിൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ ആരൊക്കെയാണ് അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ആരൊക്കെയാണ് അതിലെ ശാസ്ത്രജ്ഞന്മാർ, ആരൊക്കെയാണ് ഇതിലെ സിവിൽ ഗാർഡ് ചെയ്യുന്ന ആളുകൾ, ആരൊക്കെയാണ് ഇതിലെ സൈനിക നേതൃത്വം നൽകുന്ന ആളുകൾ എന്നടക്കമുള്ള ഒരുപാട് ഡേറ്റ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ വധിച്ചിരിക്കുമെന്ന് ഇസ്രായേൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആഷിഖ് പറഞ്ഞില്ല, 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 2000 കിലോമീറ്റർ അപ്പുറത്തു നിന്നും കൃത്യമായ മിസൈൽ ആക്രമണത്തിലൂടെ ടാർഗറ്റ് ചെയ്ത് കൊന്നിരിക്കുന്ന ഒരു സാഹചര്യം. നമുക്ക് ഇസ്രായേലിന് വളരെ പ്രിസൈസ്ഡ് ആയിട്ട് ആക്രമണത്തെ നടത്താൻ സാധിക്കും. ഒന്ന്, ഇസ്രായേലിന് ഇതിന് കൃത്യമായ AI സാങ്കേതികവിദ്യ ഉൾപ്പെടെ
നമ്മളിപ്പോൾ ഒരു ഫോണിൽ നോക്കുമ്പോൾ നമ്മളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് ഫോൺ ഓൺ ആവുന്നത് പോലെ ആളുകളെ തിരിച്ചറിയാനും ടാർഗറ്റഡ് ഏരിയ മാനുവലി നമുക്കൊരാളെ കണ്ടെത്തിയ ആൾ എവിടെയാണെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി പെട്ടെന്നുള്ള ഒരു ലാർജ് സ്കെയിൽ ഡേറ്റാ ബേസിൽ നിന്നും ആളെ തിരഞ്ഞെടുത്ത് നമ്മുടെ ടാർഗറ്റ് പോയിന്റ്സ് കണ്ടെത്തിക്കാൻ ഗോസ്പൽ പോലെ പേരിട്ടിരിക്കുന്ന ലാവൻഡർ എന്ന് പറഞ്ഞ പേരിട്ടിരിക്കുന്ന നിരവധി AI ടൂളുകൾ ഇസ്രായേൽ മിലിറ്ററിക്കുണ്ട്. ഈ മിലിറ്ററി ടൂളുകളുടെയൊക്കെ ഒരു സഹായത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ പ്രിസൈസ്ഡ് ആയിട്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് നോക്കൂ, ഖൊമേനിയെ ഇസ്രായേലിന് ഇപ്പോൾ സുഖമായി വധിക്കാം, പക്ഷേ അത് ചെയ്യാതിരിക്കുന്നത് അത് വാറിൻ്റെ ഏറ്റവും പീക്ക് എസ്കലേഷനാണ്. അത് അതിലേക്കൊന്നും ഇസ്രായേൽ ഇപ്പോൾ പോയില്ല. പക്ഷേ ഖൊമേനിയുടെ വലം കൈ ആയിരുന്ന ആളുകളെ ഖൊമേനിയുടെ തൊട്ടടുത്ത് വെച്ച് തന്നെ കൊന്ന സാഹചര്യമാണ് ജൂൺ 13 നമ്മൾ കണ്ടത്. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും അർത്ഥത്തിൽ ഇറാനെ ആണവ പദ്ധതിയിൽ നിന്നും പിന്മാറ്റുക, അതിനേക്കാളൊക്കെ ഉപരിയായി ഇസ്രായേൽ ആത്യന്തികമായി മുന്നോട്ട് വയ്ക്കുന്ന ഇസ്രായേലിന് ത്രെട്ടാണ് ഇറാനുള്ളത്. ആ ഇറാൻ്റെ ത്രെട്ടിൽ നിന്നും പൂർണ്ണമായ അർത്ഥത്തിൽ പിന്മാറണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇസ്ലാമിക് റെജീം താഴെ ഇറങ്ങണം. അതിന് വേണ്ടുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള ആക്രമണങ്ങൾ നടത്തും തന്നെയാണ്. അതുകൊണ്ട് നമ്മളിനി ഈ വിഷയത്തിൽ ഇനി ഇസ്രായേൽ ജയിച്ചോ അല്ല ഇറാനാണോ ജയിച്ചിരിക്കുന്നതല്ല, ഇസ്രായേൽ പൂർണ്ണമായ അർത്ഥത്തിൽ ജയിച്ചെന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ. ഇസ്രായേൽ കൃത്യമായി ഈ ഇസ്രായേലിന് തലവേദന ഉണ്ടാക്കുന്ന ഇറാനിലുള്ള സൈനിക മേധാവികൾ അല്ലെങ്കിൽ ഇസ്രായേലിലെ സിവിലിയൻസിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന, ഇസ്രായേൽ എന്ന രാജ്യത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന തീവ്രവാദികളുടെ പുറകെയാണെന്നുള്ളതാണ് ഈ രണ്ട് മരണം കൊണ്ട് ഇസ്രായേൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തെളിയിച്ച് കാണിക്കുന്നത്. നോക്കൂ, ഈ ഷഹ്രിയാരി ഇസ്രായേലിലേക്ക് വന്നിട്ടുള്ള എല്ലാ മിസൈലുകളുടെയും അല്ലെങ്കിൽ യുദ്ധസമയത്ത് ഇസ്രായേലിലേക്ക് പതിച്ചിട്ടുള്ള വ്യോമാക്രമണങ്ങളുടെയും മിസൈലുകൾക്കും പിന്നിൽ ഷഹ്രിയാരിയാണെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഈ ആയുധ കൈമാറ്റം പോലെയുള്ള ഇത്രയും വലിയ ഒരു പ്രക്രിയ, ഈ തീവ്രവാദ സംഘങ്ങൾക്ക് ആയുധം കൈമാറുക എന്ന് പറയുമ്പോൾ അത്രയും ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പോൾ ഈ ഹമാസ് പോലെയുള്ള ഈ 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ കൂട്ടക്കൊലയ്ക്ക് പിന്നിലൊക്കെ ഈ കൊല്ലപ്പെട്ട രണ്ടുപേരുമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വലിയ രണ്ട് തലവേദനയാണ് ഇസ്രായേലിന് ഒഴിവായിട്ടുള്ളത്. ഇതുപോലെ കൃത്യമായി ഇസ്രായേലിന് നേരെ വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളുകളെ തിരഞ്ഞു പിടിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ വധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആ രാജ്യത്തോടോ രാജ്യത്തിലെ സിവിലിയൻസിനോടോ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയോ വലിയൊരു കൂട്ടക്കൊലയ്ക്കൊന്നും ഇസ്രായേൽ മുതിരുന്നില്ല. കൃത്യമായി ഇസ്രായേലിന് തലവേദന ഉണ്ടാക്കുന്ന, ഇസ്രായേലിലെ സ്വൈര്യജീവിതം ആ രാജ്യത്തിനെതിരെ തിരിയുന്ന അല്ലെങ്കിൽ ഹമാസിനെ ഇസ്രായേലിന് നേരെ തിരിച്ചുവിടുന്ന ആളുകളെയൊക്കെ തിരഞ്ഞു പിടിച്ചു കൊല്ലുകയാണ് ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു നേതൃത്വം നൽകുന്ന ഇസ്രായേൽ എന്ന രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്.